സൈഡിൽ കൂടെ ഈ മലയുടെ അവിടെ ആ പാറ തുറന്ന് ഒരു സ്ഥലം ഉണ്ടാക്കി അതിൽ കൂടെയാണ് നമ്മളിങ്ങനെ തുരങ്കപാത. അതൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് വണ്ടി വരുന്നത് കാണാൻ. നല്ല രസമായിരിക്കും. കാണുന്നില്ലേ? കാണുന്നില്ലേ? ഓക്കെ, ഇത് കണ്ടോ ഈ ഒരു രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു സംഭവം. ഓ മൈ ഗോഷ്, നോക്ക് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു സംഭവമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കിയ ബേർഡ്, നമ്മൾ വണ്ടി നിർത്തിയാൽ കിയ എന്ന് പറയുന്ന ബേർഡിന്റെ ഒരു ശല്യമുള്ള ഏരിയ കൂടിയാണ് ഇവിടെ. നെക്സ്റ്റ് 5 കിലോമീറ്റർ. അത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ, വണ്ടിയുടെ റബ്ബറും ഒക്കെ ഇങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന ഒരു ബേർഡാണ് കിയ. ഇതാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ ഈ പാലമാണ് ഇതിന്റെ ഹൈലൈറ്റ്. നമ്മൾ അവിടെ കയറിയിട്ടില്ല. നമ്മൾ ആ വഴി ഇങ്ങോട്ട് കയറാൻ ഭയങ്കര പ്രയാസമായിരിക്കും. വെറുതെ കയറിയെങ്കിലും ഇപ്പൊ നമ്മൾ വന്ന വഴിയുണ്ടോ, അതാണ് വന്ന വഴി. അപ്പൊ ആ ലോറി ഇപ്പോഴും കയറി പോയിക്കൊണ്ടിരിക്കും. അവിടുന്ന് ഇപ്പോഴും മണ്ണ് ഒലിച്ച് ഇറങ്ങുന്നുണ്ട് വെള്ളത്തിലേക്ക്. അത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ. ഫോട്ടോ എടുക്കാൻ പോയതാണേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ടിൻഡോ, ഈ ആർത്തൽ പാസ് ഈ വഴി എന്ന് പറയുന്ന വഴി ഇവിടുത്തെ സ്വദേശിയായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നല്ലോ, മൗര്യകള്. അവര് അവരുടെ കുതിര സഞ്ചാരത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ചതാണെന്നാണ് എന്റെ അറിവ്. അത് തന്നെയാണോ എന്റെ അറിവ്? അവര് പണ്ടേ നമുക്ക് ഈ പൊന്നാമു എന്ന് പറയുന്ന ഈ ജെയ്ഡ് എന്നല്ലേ പറയാ, കല്ല്. അപ്പൊ മൗര്യ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ പൊന്നാമുവിന്റെ ഒരു സെന്റർ ആണ് നമ്മുടെ ഈ വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുന്ന് അവർക്ക് ഈ കല്ല് കൊണ്ടുപോകണമായിരുന്നല്ലോ. കല്ല് കാൻഡർബറി ഏരിയയിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയാണല്ലോ ഇത്. അപ്പൊ അവരതിന് മുൻപേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ പിന്നെയാണ് നമ്മുടെ നാട്ടില് ബ്രിട്ടീഷുകാർ വന്നതുപോലെ യൂറോപ്യൻസ് ഇവിടെ വന്നു. ഇവിടെ ന്യൂസിലാൻഡില്. അതെ, അവരാണല്ലോ ഈ ലോകത്തിന്റെ സഞ്ചാരികള്. അപ്പൊ അവരിങ്ങനെ വന്നു, ഇവിടെ വന്ന് ഒരു 1864 ആർത്തേഴ്സ് എന്തായിരുന്നു തക്കു അയാളുടെ പേര്? ഡോബ്സൺ, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു ലാൻഡ് സർവേയർ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഒരു വഴി കണ്ടുപിടിച്ച് ആളുടെ പേരിലാണ് പിന്നീട് ഇത് അറിയപ്പെടുന്നത്. പിന്നെ ഈ ഇപ്പൊ നമ്മൾ കണ്ട ആ പാലമില്ലേ, അതിനെ നമ്മള് ഒട്ടിറ ട്രാൻസിറ്റ് എന്നാ പറയുന്നത്. ഓട്ടിറ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വന്ന ഒരു വഴിയിലെ ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ട്രാൻസിറ്റ് എന്നാണ് അതിന്റെ പേര്. അങ്ങനെ അത് 1923 മറ്റോ ആണ് അതിന്റെ നിർമ്മാണം കഴിഞ്ഞ്. പിന്നെ ആദ്യകാലങ്ങളിൽ സഞ്ചാരത്തിന് ഉപയോഗിച്ചിരുന്ന അറിയാലോ, കുതിരവണ്ടിയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് ആൾക്കാർ സഞ്ചരിക്കാൻ തുടങ്ങി, പിന്നെ പാല് വരാൻ തുടങ്ങി. അങ്ങനെ സർവ്വ സംഭവങ്ങളും ഇതുവഴി തന്നെ കടന്നു പോകാൻ തുടങ്ങി. അതിനെ തുടർന്ന് അവരവിടെ ഒരു റെയിൽ പാതയും കൂടെ നിർമ്മിച്ചു. റെയിൽപാതയും കൂടെ കടന്നു പോകുന്നുണ്ട്. ഇതുവഴി നമ്മൾ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാലോ, റെയിലും കൂടെ ഇതിൽ കണക്റ്റഡ് ആണ്. അതെ, ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. അത് ഏത് വഴിയാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് കൂടെ ഒരു ദിവസം നമുക്ക് അതുകൂടെ പോണേ, ട്രെയിനിന് പോണേ. താമസമാണ് നമ്മൾ ഈ വണ്ടിയിൽ. അതായത് നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന എത്ര സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മള് ഇപ്പൊ ക്രൈസ്റ്റ് പോകാനായിട്ട് 3 hour ആണ് എടുക്കുന്നതെങ്കിൽ എന്തോ 3 hour ആണ് എടുക്കുന്നതെങ്കിലേ ട്രെയിനാണെങ്കിൽ ഒരു 2 hour കൂടുതൽ എടുക്കുന്ന അതിന്റെ അറിവ്. അതെയോ? ശരിക്കും പറഞ്ഞാ പക്ഷെ ബോറടിക്കും തോന്നില്ല. ഈ മഞ്ഞൊക്കെ വീണ് കിടക്കുമ്പോ നല്ലൊരു ഇതായിരിക്കും. നമ്മള് കാണുന്നില്ലേ, മഴയുണ്ടോ? ചെറുതായിട്ട്
തൂളുന്നുണ്ട്. അത് ഇവിടെ ഏത് കാലാവസ്ഥ വന്നാലും ഇങ്ങനെ തന്നെയാണ്, വലിയ മാറ്റം വരാറില്ല. അതെ, ഇവിടെ ഒരു എപ്പോഴും മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു ബോർഡർ കടക്കാൻ പോകുന്നൊരു പ്രദേശം ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ബോർഡർ അല്ല, ഈ ആർത്തർ പാസും ക്രൈസ്ചർച്ചും കണക്ട് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. അങ്ങനെ അവിടെ പ്രത്യേകിച്ച് രേഖ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് അല്ല. പറയുമ്പോ രണ്ട് കാലാവസ്ഥ ഫീൽ ചെയ്യും പെട്ടെന്ന്. നമ്മൾ അത്ര നേരം മഴയത്ത് വന്നിട്ട് പെട്ടെന്ന് വെയിലിലേക്ക് കിടക്കുന്ന പോലെ തോന്നും. അത് എപ്പോഴും അങ്ങനെ തന്നെയാ, ഓൾമോസ്റ്റ്. എപ്പോഴും പറയുന്നില്ല, ഓൾമോസ്റ്റ് എല്ലാ ടൈമും. അപ്പൊ നമുക്ക് ഫീൽ ചെയ്യും, ഓ രണ്ട് കാലാവസ്ഥ പോലെ ഫീൽ ചെയ്യും. കാരണം അത് കടന്നുടനുള്ള കാലാവസ്ഥ സെയിം തന്നെയായിരിക്കും ക്രൈസ്ചർച്ച് മുഴുവനും. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ തോന്നും, ഓ നമ്മള് വെറ്റ് കോസ്റ്റ് കഴിഞ്ഞു അങ്ങനെ വേണേ പറയാം. അങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ റോഡുകളൊക്കെ എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് തന്നെ ഇടൂര്. എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതെ, എപ്പോഴും കല്ലുകൾ വീഴാനും മരം മുറിഞ്ഞു വീഴാനും അത് ഇവിടുത്തെ ഗവൺമെന്റ് സിസ്റ്റം നല്ല അടിപൊളിയാണ്. ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ വണ്ടിയിൽ റോഡിൽ കൂടെ പോകുന്ന മറ്റു വണ്ടിക്കാരായാലും എല്ലാവരും ഇവിടുത്തെ സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരാ. ഇടയിൽ കുത്തിക്കയറ്റുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ചെറുപ്പക്കാര് പിള്ളേരൊക്കെ ചെയ്യാറുണ്ട്. എന്നാ ഇപ്പൊ എല്ലാ നാട്ടിലും ഇപ്പൊ 100% പറയുന്നില്ല എങ്കിലും കമ്പയർ ടു നിയമം പാലിക്കാനുള്ളതാണെന്നല്ലേ. ഇവിടെയൊക്കെ പണി നടക്കായിരുന്നു നമ്മൾ പണ്ട് വന്നപ്പോൾ. പണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോൾ. അപ്പം നമ്മൾ വന്നിട്ട് കുറേ നാളായി കേട്ടോ. പക്ഷേ 6 മാസത്തിന് മുകളിലായിട്ടുണ്ടാവും. ഞാൻ എന്തുകൊണ്ട് എടുക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് ഏത് നിമിഷവും മലയിലെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടാണ് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ കാണുന്നത്. അന്നേരം ചിലപ്പോൾ ഈ ക്യാമറ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ഓൺ ആയിക്കൊള്ളണമെന്നില്ല. അത് കാണാമെന്ന് വിചാരിക്കുന്നു. ആർത്തേഴ്സ് പാസ് കഴിഞ്ഞു. ആർത്തറിന്റെ പാസ്. ഇനി സ്പീഡ് കൺട്രോൾ ആണ്. നമ്മുടെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് നമ്മുടെ സ്പീഡ്. നാട്ടിലാണെങ്കിൽ AI ക്യാമറകൾ എന്ന് പറയില്ലേ, അതന്നെ സംഭവം. ഇവിടെ നിക്കണോ മോനെ? നിങ്ങൾ പറയും പോലെയാ ഇവിടെ നിക്കണോ അതോ നമുക്ക് സ്പ്രിംഗ് ഫീൽഡിൽ പോണോ? ഇത് ഷെഫീൽഡ് അല്ല, ഇത് ആർത്തേഴ്സ് പാസ്. ക്രൈസ്ചർച്ചിൽ പോയിട്ട് മതിയോ? എനിക്ക് തോന്നുന്നു ആർത്തർ പാസ് അവിടെ വരെ ഉണ്ടല്ലോ, കുറെ മരങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ഇരുട്ട് ഫീൽ ചെയ്യും. ഇവിടെ കുറച്ചും കൂടി മരമില്ല എന്നല്ല, കുറച്ചും കൂടി പരന്ന സ്ഥലം. അവിടെ കുറച്ചും കൂടി ഈ പറഞ്ഞ മാതിരി റോഡ് വരുന്നത് ആ മലകളുടെ ഇടയിൽ കൂടെയാണ്. കുറച്ചും കൂടി പരന്ന സ്ഥലത്തൂടെയാണ് റോഡ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തെളിച്ചം തോന്നുന്നതായിരിക്കും. ഇനി പിന്നെ അങ്ങോട്ട് കുറച്ച് എന്താ കൃഷിസ്ഥലവും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു കാട് മാറി. അങ്ങനെയാണ് സംഭവങ്ങളുടെ കിടപ്പ്. എന്തോ കണ്ടോ നോക്കാതെ. 12:30 ആയി. നമ്മൾ എത്തൂടാ, 1 hour എത്തുമായിരിക്കും. ഇവിടെയോ സ്പ്രിംഗ് ഫീൽഡ് ഇപ്പൊ എത്തും. ഇനി ഒരു 15 minutes 20 minutes ഉണ്ടാവുള്ളൂ. എത്താറായല്ലോ സ്പ്രിംഗ് ഫീൽഡ്. അല്ല, നമ്മളവിടെ ആർത്തർ പാസിന്റെ അവിടെ താഴെ ഇറങ്ങിയില്ലേ? ഞാൻ ഇത് തന്നെ വീഡിയോ എടുക്കും. കുറെ സമയമുണ്ട്. ഉച്ചേനെ എന്നെ വഴക്ക് പറയും. കണ്ടോ, നമ്മൾ വലിയൊരു
ഇറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? മൺകൂനയാണോ പാറയാണോ ഒന്നും അറിയില്ല. കാരണം വെച്ചാൽ ഞാൻ കുറെ മണ്ണൊക്കെ ഇടയിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്നുണ്ട്. അങ്ങനെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ചാല്? ആ മൊത്തത്തിൽ ഇടിഞ്ഞു വന്നുള്ള അവസ്ഥ അല്ലേ? അതിനെ കുറിച്ച് ആലോചിക്കണ്ട, മൊത്തം ഇടിഞ്ഞു വന്നു കഴിഞ്ഞാലേ ഈ റോഡ് പോവല്ലോ. പിന്നെ ഈ റോഡ് ക്ലിയർ ആക്കുന്നതിനേക്കാളും പകരം വേറെ റോഡ് വെട്ടുന്നതായിരിക്കുമല്ലോ നന്നാവാ. പിന്നെ അതെ, അതിന്റെ മുകളിൽ കൂടെ വരില്ലാന്ന് പ്രതീക്ഷിക്കാം അല്ലേ? വരില്ലാന്ന് പ്രതീക്ഷിക്കാം എന്നല്ല, എന്താ പറയട്ടെ, കാലങ്ങൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണല്ലോ. ഇവിടുത്തെ ഭൂഘടന എന്ന് പറയുന്നത് അല്പം സ്ട്രോങ് ആണ് എന്ന് പറയുന്നത് അല്ലേ? അല്ല, ഇവിടെയല്ലല്ലോ ഭൂഘടന സ്ട്രോങ്. അതുകൊണ്ടല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ഭൂചലനം ഉണ്ടാവുന്നേ. ഭൂമിയുടെ എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന പോർഷനിലാണല്ലോ നമ്മളുള്ളത്. എത്രയോ എണ്ണമൊക്കെ പറയുന്നത് കേൾക്കാം ന്യൂസിലാൻഡിലെ ഭൂചലനങ്ങൾ. പിന്നെ ഇവിടെ അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രം. വലിയതൊക്കെ വരുമ്പോൾ മാത്രമേ ആൾക്കാർ അറിയുള്ളൂ. ഇടക്കിടക്ക് ഈ നോട്ടിഫിക്കേഷൻ തന്നെ കാണാം, ഇന്ന സ്ഥലത്ത് എത്ര ശതമാനത്തിൽ 4%, 3% എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ എന്താ വെട്ടിക്കളഞ്ഞ പോലെ നിങ്ങള് ഫോട്ടോ എടുത്ത് ഇവിടെ തന്നെയല്ലേ തോന്നുന്നുണ്ടോ? അതെ അല്ലേ, നിങ്ങൾ ഇവിടുന്ന് ഫോട്ടോ എടുത്തില്ലായിരുന്നോ? ഇവിടെ മരൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ വരുമ്പോ മുന്നേ ഫുൾ മരമായിരുന്നേ, വെട്ടിക്കളഞ്ഞവര്. അല്ലെ, മരത്തിന്റെ അതിൽ കൂടെ അല്ലായിരുന്നു നമ്മൾ ഇറങ്ങുന്നേക്കെ അല്ലേ? പക്ഷെ പാട് പോലും ഇല്ല എന്നുള്ളതാ. അല്ല, ഇവിടെ ഇങ്ങനൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് നിക്കുവായിരുന്നു വെള്ളം ഇങ്ങോട്ട് കേറി കുറച്ചുകൂടെ. അതല്ലൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. മരമായിരുന്നു വെച്ചേ ആടി ഇത്രയും ഓർമ്മശക്തി. സെയിം മരല്ലേ, അത് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇവിടെ മൊത്തം നിൽക്കുമായിരുന്നു. ഇങ്ങനെയല്ലേ? ഞാൻ നോക്കട്ടെ അതിന്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പ്ലീസ് റെഡി. ഇവിടെ ഉണ്ടായിരുന്നല്ലോ മരം, സെറ്റപ്പ് കാര്യങ്ങൾ. അതിൻ്റെ അംശം പോലും ഇല്ല എന്നുള്ളതാ. വെട്ടി നിരപ്പാക്കി കളഞ്ഞോ? അല്ല, സത്യം പറയാൻ നമ്മളും ഈ വഴിക്ക് വന്നിട്ട് കുറച്ച് കാലമായി കേട്ടോ. അതും വേണമല്ലോ പറയാം. ഇല്ല, അതിന്റെ അവശിഷ്ടം കാര്യങ്ങളൊന്നും ഇല്ല. അതേ രീതിയിൽ വെട്ടിപ്പാക്കി കളഞ്ഞിട്ട് ഫിനിഷിങ്. ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് ഇവരെ കൊണ്ട് പണി. ഇന്നലെ ഇവിടെ പണി ഉണ്ടായിരുന്നു എന്ന് അറിയില്ല, ആ രീതിക്ക് അവർ ചെയ്തു. വെള്ളം നല്ലതായിട്ട് വെള്ളമാണോ ഇന്ന്? അപ്പൊ അടുത്ത ചലഞ്ച് അതല്ല, നമ്മുടെ ഫ്രണ്ടില് ലോറി ഉണ്ട്, വെട്ടിച്ച് കിടക്കാം. എനിക്ക് എന്തോ ലോറി ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തോ അസ്വസ്ഥതയാണ്. അവരങ്ങ് പൊക്കോളും, നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വഴിയല്ലേ. പോട്ടെ. ഇതാണ് നമ്മൾ പറഞ്ഞ എന്താ സ്പ്രിംഗ്ഫീൽഡിലെ ഒരു പെട്രോൾ സ്റ്റേഷൻ. ഇവിടെ നമുക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ കിട്ടും. ഇവിടത്തെ മാത്രമല്ല, ഒരുമാതിരി എല്ലാ പെട്രോൾ സ്റ്റേഷനിലും. അവിടെ ഹോട്ടലിൽ എവിടെയെങ്കിലും കയറി കഴിക്കണോ? പിള്ളേർ കഴിക്കുമോ അങ്ങനെ എന്തെങ്കിലും? നോക്കി നോക്കാം, ആദ്യം പിള്ളേർ കെട്ടുന്ന എന്തെങ്കിലും സോസേജ് കാര്യങ്ങൾ എന്തെങ്കിലും. ഓക്കെ, എന്നാ ഇത് എടുക്കുന്നില്ല, ഞാൻ വീഡിയോ എടുക്കണോ? വേണ്ട. ഓക്കെ. അമ്മേനെ വാങ്ങിയ പയ്യോ പിന്നെ അതിനുള്ള വക ചായ കച്ചേരി ഉണ്ട്, അത് പിന്നെ എന്നും ഉണ്ടാവും. ഞാൻ ഇതിങ്ങനെ കൊണ്ടുവന്നല്ലോ, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്നും എടുക്കാതെ വന്നതാ. അതെ, ആരും ഇവിടെ താഴിട്ട സാധനം ഒന്നും എടുക്കാതെ. ടേസ്റ്റ് ഫുള്ളാട്ടോ ടീമ്പ് ഇരിക്കുന്നില്ലേ? കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. എല്ലാവരുടെയും ബസ്പങ്ങ് മാറട്ടെ അല്ലേ? ഞാൻ ഈ സാധനം ഓണാക്കി വെച്ചപ്പോൾ ഇവിടെ ഇനി ഇരിക്കാന്ന് കരുതി.
കുഴപ്പമില്ലല്ലേ. മക്കളേ ഉള്ളൂ. എന്തോ ഓക്കെ ആണോ അമ്മണി? ഓക്കെ ആണോ? അമ്മണിയുടെ ഡോണറ്റ്സ് ആണോ പുറകിലേ? അമ്മണിയുടെ ഡോണറ്റ്സ് കാണിച്ച കയ്യിലുള്ള ഡോണറ്റ്സ് കയ്യിലുള്ള കാണിച്ച സെയിം തന്നെയാണല്ലോ പുറകില്. എൻ്റെ കയ്യിലുള്ള എന്താ? കാറ്റിന് പറഞ്ഞു പറഞ്ഞതാ. അവിടെ ഉണ്ട് വേറെ എണ്ണം. അവിടെ അവിടെ പറഞ്ഞുണ്ട്. പിന്നെ ചായ നല്ലതാണേ. ഒരെണ്ണം നല്ല മധുരവും